സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ടൈം സ്ക്വയറിലുള്ളത്. നമ്മ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് 2 മിനിറ്റ് നേരത്തേക്കാണ് ഇരിക്കുന്നത്. NYPD വന്ന് നമുക്ക് ടിക്കറ്റ് തരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് ഓടി പോകുന്നതായിരിക്കും. ദൃശ്യ മനോഹരമാണ് ടൈം സ്ക്വയർ. കാണൂ ഈ കെട്ടിടങ്ങൾ. ഇവിടെയാണ് ന്യൂ ഇയർ ആഘോഷം, ബോൾ ഡ്രോപ്പിംഗ്. അമേരിക്കയുടെ ഹൃദയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശമാണ് ടൈം സ്ക്വയർ. ഈ ഇവിടെ നിന്നും നമ്മൾ ഇന്നലെ വാഷിങ്ടണിൽ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മള് നയാഗര പോയി. നയാഗര എന്ന് കണക്റ്റിക്കട്ട് പോയി. കണക്റ്റിക്കട്ടിൽ നിന്ന് ടൈം സ്ക്വയറിൽ വന്നിരിക്കുകയാണ്. ഈ സഹോദരൻ എന്തോ പറയുന്നുണ്ട്. ആന്ധ്ര സബ് കുച്ച് ടീക്കാനാ, സബ് കുച്ച് ടീക്കാനാ. ഏമണ്ടി ചപ്പാണ്ടി. ആ ഇഡ്ലി ദോശ, ഇഡ്ലി ദോശ, ഇഡ്ലി ദോശ. നമ്മുടെ അണ്ണനെ ആന്ധ്ര അണ്ണനെ കണ്ടിരിക്കാണ്. ആ ആമാ ആമാ. അപ്പൊ ടൈം സ്ക്വയർ പരിചയപ്പെടുത്തിയിരിക്കുന്നു. ഇനി പോവാ. നമ്മളിപ്പോഴുള്ളത് ടൈം സ്ക്വയറിലാണ്. ടൈം സ്ക്വയറിന്റെ ദൃശ്യമനോഹരമായ രംഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസുകാർ വരുന്നുണ്ട് വണ്ടിക്ക് പാർക്കിംഗ് കിട്ടുന്നതിന് മുമ്പ്. പാർക്കിംഗ് നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. പോലീസ് വന്നാലും ഓടി വണ്ടി. ശരി ശരി ശരി. പോലീസ് പോയിരിക്കുകയാണ്. നമ്മളെ കണ്ടപ്പോ പോലീസ് പേടിച്ചു പോയി. അപ്പൊ ഈ കാണുന്നതാണ് ടൈം സ്ക്വയർ. വിശ്വപ്രസിദ്ധമായ ടൈം സ്ക്വയർ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള ഇതുകളുണ്ട്. ചൈനീസ് ന്യൂ ഇയർ ആണ്. ചൈനീസ് ന്യൂ ഇയറിന്റെ ഇതാണ് വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത ഈ ലൈറ്റിംഗ് ആണ്. പിന്നെ അവിടെ സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ എപ്പോഴും പെർഫോമൻസ് ഒക്കെ ഉണ്ടാവും. മൈക്ക് ടൈം സ്ക്വയർ കണ്ടു, മൻഹാട്ടൻ, അപ്പർ മൻഹാട്ടൻ കണ്ടു, ലോവർ മൻഹാട്ടൻ കണ്ടു, വേൾഡ് ട്രേഡ് മെമ്മോറിയൽ കണ്ടു ഇതിന്റെ പിറകിലായിട്ട്. ഇനി നമ്മൾ പോകുന്നതാണ് വാൾ സ്ട്രീറ്റിന്റെ ഭാഗങ്ങളിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ്, ബാറ്ററി പാർക്ക്, ലോവർ മൻഹാട്ടനിലെ ബാറ്ററി പാർക്ക്. അത് കഴിഞ്ഞ് FDR ഡ്രൈവ്, ഫ്രാങ്ക്ലിൻ ഡിലാനോ റൂസ്വെൽറ്റ് മെമ്മോറിയൽ ഡ്രൈവ് എന്നും പറഞ്ഞ് ഈസ്റ്റ് റിവറിന്റെ സൈഡ് പിടിച്ച് പോകുന്ന മൻഹാട്ടനിലെ റോട്ടിൽ കൂടെ നമ്മൾ ഇനി വടക്കോട്ട് പോകും. ഇപ്പൊ തെക്കോട്ട് വന്നത് ഹഡ്സൺ പാർക്ക് വേയിലാണ്. ഇതാണ് ഒന്നും കൂടി ഇത് വൺ വേൾഡ് ട്രേഡ് സെന്റർ. എനിക്ക് പിറകിലായിട്ട് കാണുന്നതാണ് മെമ്മോറിയല്, വേൾഡ് ട്രേഡ് സെന്റർ 9/11 മെമ്മോറിയല്. നമ്മുടെ കാറ് പാർക്കിങ്ങിന് അനുവാദമില്ലാത്ത സ്ഥലത്താണ് പാർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ടിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് നമുക്ക് കാർ എടുക്കണം. കാർ എടുത്ത് നമ്മൾ പോവുകയാണ്. ഒരു മ്യൂസിയം ഉണ്ട്. പിന്നെ ഈ ഒരു സ്തൂപമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു കെട്ടിടം നിന്നിരുന്ന ഇതാണ്. അതിൻ്റെ ഇതായിട്ടാണ്, ഓർമ്മയ്ക്കായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് അവരുടെ പേരുകളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പേരുകളിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ഇതാണ് വൺ വേൾഡ് ട്രേഡ് സെന്റർ. ഇതാണ് വൺ വേൾഡ് ട്രേഡ് സെന്റർ. ഇത് ഒരു കെട്ടിടം, രണ്ടാമത്തെ കെട്ടിടം അപ്പുറത്തായിട്ടാണ് രണ്ടാമത്തെ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മള് മൊത്തം മൻഹാട്ടൻ, ലോവർ മൻഹാട്ടനിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഇപ്പൊ എനിക്ക് പിറകിലായി കാണുന്ന ഈ ടവറാണ് 9/11 പകരം പണിതിരിക്കുന്ന ടവർ. വളരെ ഉയരത്തിലാണ്. വേൾഡ് സ്ട്രീറ്റ് 1 ടവർ എന്ന് പറയും. വൺ വേൾഡ് ട്രേഡ് സെന്റർ, അതാണ് ആ ടവർ. പിന്നെ ഇപ്പൊ എനിക്ക് ഈ കുളം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഓരോരുത്തരുടെയും പേരുകൾ അടിച്ച് ടൈപ്പ് ചെയ്ത് പേര് എഴുതി വെച്ചിരിക്കുകയാണ് മരിച്ചവരുടെ. ഏകദേശം 3000 ആൾക്കാരാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്.
അവരുടെ എല്ലാവരുടെയും പേരുകൾ ഈ ഫലകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കിതിന് ചുറ്റും ഒരു വട്ടം കറങ്ങി നോക്കാം. ഈ പോണ്ട്, പിന്നെ അതിന് ഇതായിട്ടൊരു മ്യൂസിയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ചരിത്രമൊക്കെ എഴുതിയിട്ടുള്ളൊരു മ്യൂസിയം ഉണ്ടാക്കിയിട്ടുണ്ട്. വൺ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇതാ കാണുന്നതാണ് വൺ വേൾഡ് ട്രേഡ് സെൻറ്റർ. ഈ കാണുന്നതാണ് വൺ വേൾഡ് ട്രേഡ് സെൻറ്റർ. പിന്നെ ഇവിടെ ഒരു മ്യൂസിയം, വൺ വേൾഡ് ട്രേഡ് സെൻറ്റർ കെട്ടിടം പൊളിച്ചിട്ട് അവരതിൻ്റെ മെമ്മോറിയലായിട്ട് പണിതതാണ് ഈ കെട്ടിടം. നമ്മൾ ടൈം സ്ക്വയറിൽ നിന്ന് തുടങ്ങി അപ്പർ മൻഹാട്ടനിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ 9/11 മെമ്മോറിയലിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ മെമ്മോറിയലിൽ നിന്നിരുന്ന 2 ബിൽഡിങ്ങുകളിൽ അവർ ഒരു ചെറിയൊരു ഫോണ്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മെമ്മോറിയൽ അവരുടെ പേരുകളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ മെമ്മോറിയലിൻ്റെ ഭാഗമാണ് ടൈം സ്ക്വയറിൻ്റെ. ഇവരുടെ 9/11 മരിച്ച എല്ലാവരുടെയും പേരുകൾ ആണ് ഈ ഫലകങ്ങളിൽ നമ്മൾ കാണുന്നത്. ആ നിന്നിരുന്ന സ്ഥലത്ത് 2 ടവർ നിന്നിരുന്ന സ്ഥലമാണിത്. ഇവിടെ കുഴികളുണ്ടാക്കി ഇങ്ങനെ മെമ്മോറിയൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് ലോവർ മൻഹാട്ടൻ വാൾ സ്ട്രീറ്റിലാണ്. ബ്രൂക്ലിൻ എടുത്തപ്പോൾ ആ കാണുന്നത് ബ്രൂക്ലിൻ. ബ്രൂക്ലിൻ ബ്രിഡ്ജിലേക്കുള്ള വാഹനങ്ങളാണ് ഈ വരിയിൽ നിൽക്കുന്നത്. ബ്രൂക്ലിൻ ബ്രിഡ്ജാണ് കാണുന്നത്. ബ്രൂക്ലിൻ ബ്രിഡ്ജ്. അതാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ലോവർ മൻഹാട്ടനിൽ നിന്ന് FDR ഡ്രൈവിലേക്ക് കയറാൻ പോവുകയാണ്. തിരിച്ച് വടക്കോട്ട് പോകുന്ന യാത്രയിലാണ്. അതിനിടയിൽ ഫെറികള്, ടണലുകള്, ഇതിന് അണ്ടർഗ്രൗണ്ട്, നമ്മൾ പോകുന്നതിന്റെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ബാറ്ററി ടണൽ പോകുന്നു. ബ്രൂക്ലിനിൽ ചെന്ന് കയറും. ആ കാണുന്നതാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. മൻഹാട്ടനെയും ബ്രൂക്ലിനെയും ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജാണ് കാണുന്നത്. നമ്മളിപ്പോ ഈസ്റ്റ് റിവർ ആണ് ഇവിടെ കാണുന്നത്. ഈസ്റ്റ് റിവറിന്റെ അപ്പുറത്തായിട്ട് ബ്രൂക്ലിൻ മൻഹാട്ടൻ സിവിക് സെന്റർ, FDR ഡ്രൈവ് നോർത്തിലേക്ക് നമ്മൾ പോവുകയാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ ബിൽഡിംഗ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോ കാണുന്നതാണ് ഈസ്റ്റ് റിവർ, ഈസ്റ്റേൺ സൈഡ് റിവർ ആണ് കാണുന്നത്. ഈ മോളിക്കൂടെ പോകുന്ന പാലമാണ് FDR ഡ്രൈവ്. നമുക്ക് ആ പാലത്തിന്റെ മുകളിലേക്ക് കയറണം. അവിടെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് കാണാം. ഇനി നമ്മൾ യുണൈറ്റഡ്, ആ നേരെ കാണുന്നതാണ് ബ്രൂക്ലിൻ. അവിടെ നേരെ ഈ ഈസ്റ്റ് റിവറിന്റെ അക്കരെ കാണുന്നതാണ് ബ്രൂക്ലിന്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ക്വീൻസ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ന്യൂയോർക്ക് എന്ന് പറയുന്നത് 5 ബറോസ് ആണ്. മൻഹാട്ടൻ, ബ്രൂക്ലിൻ, ക്വീൻസ്, ബ്രോങ്സ്, സ്റ്റേറ്റൻ ഐലൻഡ്. 5 ബറോസ് കൂടിയതാണ് ന്യൂയോർക്ക് സിറ്റി. അതിലെ മൻഹാട്ടനിലാണ് നമ്മളുള്ളത്. മൻഹാട്ടനിലെ ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ ഇനി കയറാൻ പോകുന്നത് FDR ഡ്രൈവിലേക്കാണ്. FDR ഫ്രാങ്ക്ലിൻ ഡിലാനോ റൂസ്വെൽറ്റ് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആയിരുന്നു ഏകദേശം ഒരു 75 വർഷം മുമ്പ്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് ഈ ഒരു